നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫിഫ്ത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. ഫിഫ്ത്ത് സെം സൂപ്പർ സപ്ലിയുടെ ഫീ നോട്ടിഫിക്കേഷൻ വന്നു. സിക്സ് സെമ്മിൻ്റെ ടൈം ടേബിളും വന്നു. യൂണിവേഴ്സിറ്റി സിക്സ് സെമ്മിൻ്റെ പരീക്ഷ മാർച്ച് 22 ആരംഭിക്കും. അതിന് ശേഷമായിരിക്കും സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഒരു ഏപ്രിൽ പകുതിയോട് തീരും. ഏപ്രിൽ പകുതിക്ക് ഫിഫ്ത്ത് സെം സൂപ്പർ സപ്ലി പരീക്ഷ കാണും. അത് കഴിയുന്ന ഉടനെ ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ കാണും. അതിൻ്റെ കൂടെ ആയിരിക്കും സ്പെഷ്യൽ സപ്ലി ഒന്നിച്ചായിരിക്കും പരീക്ഷ നടക്കുന്നത്. കാരണം കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ലാഗ് ഉണ്ടായതുകൊണ്ടാണ് സൂപ്പർ സപ്ലി സ്പെഷ്യൽ സപ്ലി പ്രത്യേകം നടത്തിയത് ഫോർത്ത് സെം. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനല്ല. അതുകൊണ്ട് ഫിഫ്ത്ത് സെം സൂപ്പർ സപ്ലിക്ക് ശേഷം ഫോർത്ത് സെമ്മിൻ്റെ സപ്ലി പരീക്ഷകൾ കാണും. അതിൻ്റെ കൂടെ സ്പെഷ്യൽ സപ്ലി ഒന്നിച്ചായിരിക്കും നടക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 3 ആരംഭിക്കുന്നത്. PG സെക്കൻഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫ്ത്ത് സെം ഡിഗ്രിയുടെ വാല്യുവേഷൻ ആരംഭിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. ആദ്യം യൂണിവേഴ്സിറ്റി പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു. 3-4 സെമസ്റ്റർ PG പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ പരീക്ഷാഫലം നവംബറിൽ നടത്തിയ 3-ാം സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൻ്റെ 4-ാം സെമസ്റ്റർ MA ഹിന്ദി, 4-ാം സെമസ്റ്റർ BVOC വിഷ്വൽ മീഡിയ ആൻഡ് ഫിലിം മേക്കിംഗ്, 2-ാം സെമസ്റ്റർ BVOC വിവിധ പ്രോഗ്രാമുകളുടെ പരീക്ഷാഫലങ്ങൾ വന്നു. പ്രാക്ടിക്കൽ 1-ാം സെമസ്റ്റർ MSc ജിയോളജിയുടെ, 6-ാം സെമസ്റ്റർ IMCAയുടെ, 3-ാം സെമസ്റ്റർ BPS പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. മാർച്ച് 21 പരീക്ഷ ആരംഭിക്കുന്നു. 5-ാം സെമസ്റ്റർ BArc പരീക്ഷ മാർച്ച് 20 ആരംഭിക്കും. ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 3-ാം സെമസ്റ്റർ BArc പരീക്ഷ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. മാർച്ച് 5 പരീക്ഷ ആരംഭിക്കുന്നത്. 1-ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB പരീക്ഷകൾ മാർച്ച് 21 ആരംഭിക്കും. 1-ാം സെമസ്റ്റർ ത്രിവത്സര LLB മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 2-ാം സെമസ്റ്റർ MA എക്കണോമിക്സിൻ്റെ റിസൾട്ട് വന്നു. അക്കാദമിക് സെമിനാർ സംഗീത TM കൃഷ്ണയുടെ പ്രഭാഷണം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഡിസംബറിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച 1-ാം സെമസ്റ്റർ BSc മാത്തമാറ്റിക്സ് മോഡൽ 2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ ഡേറ്റ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ. 4-ാം സെമസ്റ്റർ B.Ed, 1-ാം സെമസ്റ്റർ BA മോഹിനിയാട്ടം പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. പരീക്ഷാഫലം 1-ാം സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ BArc അപേക്ഷ സമയപരിധി നീട്ടി. 3-ാം സെമസ്റ്റർ BArc സപ്ലിമെൻ്ററി പ്രഥമ വിൻ്റർ ആർട്ടിക് പരിവേഷണത്തിൽ പങ്കുചേരാൻ MG സർവകലാശാലയും. പരീക്ഷാഫലം സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് നടത്തിയ 4-ാം സെമസ്റ്റർ MBAയുടെ റിസൾട്ട് വന്നു. 2-ാം സെമസ്റ്റർ B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റ്. പ്രാക്ടിക്കൽ മാറ്റിവെച്ചത്. MG യൂണിവേഴ്സിറ്റി കലോത്സവം റിസൾട്ടുകൾ. പരീക്ഷാഫലം 1-ാം സെമസ്റ്റർ BPS പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2-ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് 1-ാം വർഷ BFA, 6-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഇൻ ബേസിക് സയൻസ് കെമിസ്ട്രി അതിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റുകൾ. BArc ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് റീഡു. 4-ാം സെമസ്റ്റർ BPEd പരീക്ഷ മാർച്ച് 20 ആരംഭിക്കും. ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 5-ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLBയുടെ പരീക്ഷകൾ മാർച്ച് 26 ആരംഭിക്കും. ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. കോഴ്സ് പെൻഡർ അപേക്ഷ ക്ഷണിച്ചു. ഫിഫ്ത്ത് സെമസ്റ്റർ ന്യൂജൻ കോഴ്സിൻ്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. 5-ാം സെമസ്റ്റർ അതേപോലെ തന്നെ ഡിസംബറിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച 1-ാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റ്. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയ PhD കോഴ്സ് വർക്ക് റിസൾട്ട് വന്നു. 5-ാം സെമസ്റ്റർ റിസൾട്ടുകൾ ഓരോ വിഷയം BA, BSc, BCom, BBA, BCA തുടങ്ങിയ എല്ലാം വന്നിട്ടുണ്ട്. ജൂലൈ നടത്തിയ 7-ാം സെമസ്റ്റർ IMCAയുടെ റിസൾട്ട് വന്നു. 2-ാം സെമസ്റ്റർ MBAയുടെ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആൻഡ് റിസർച്ച് ഇൻ ബേസിക് സയൻസ് നടത്തിയ 3ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് MSc ഡിഗ്രി ഫാക്കൽറ്റി ഓഫ് സയൻസ് സ്പെഷ്യലൈസേഷൻ്റെ പരീക്ഷാഫലം വന്നു. 5ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ 4 വർഷ ബിരുദം അടുത്ത വർഷം തുടങ്ങുകയാണ്. അതിൻ്റെ സിലബസ് സമർപ്പിച്ചു. അതേപോലെ തന്നെ 5th സെമസ്റ്റർ സ്പെഷ്യൽ സപ്ലി അതിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏപ്രിൽ പകുതിയോടുകൂടി പരീക്ഷ പ്രതീക്ഷിക്കാം. ഡിസംബറിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച 1ാം സെമസ്റ്റർ BFT BSc അപ്പാരൽസ് ആൻഡ് ഫാഷൻ ഡിസൈൻ മോഡൽ 3 പ്രാക്ടിക്കൽ മാർച്ച് 5-ന്. 5ാം സെമസ്റ്റർ BCA BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മോഡൽ 3 പ്രാക്ടിക്കൽ ഡേറ്റുകൾ. BVOC കൾണറി ആർട്സ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് 1ാം സെമസ്റ്റർ പരീക്ഷ. 1ാം സെമസ്റ്റർ BVOCൻ്റെ സിലബസ് സമർപ്പിച്ചത് നമ്മൾ കണ്ടു. 6ാം സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 4ാം സെമസ്റ്റർ MCA അതിൻ്റെയൊക്കെ പരീക്ഷാ ഡേറ്റുകൾ. 1ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc MA പ്രോഗ്രാം MSc കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് MA ലാംഗ്വേജ് ഇംഗ്ലീഷ് പരീക്ഷകൾ മാർച്ച് 20-ന് ആരംഭിക്കും. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക. 1ാം സെമസ്റ്റർ BLIC ഏപ്രിൽ 4-ന് ആരംഭിക്കുന്ന 9ാം സെമസ്റ്റർ BARC പരീക്ഷ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. ഏപ്രിൽ 3-ന് ആരംഭിക്കുന്ന 1-2 സെമസ്റ്റർ BARC പരീക്ഷ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ പുനഃക്രമീകരിച്ചു. 5ാം സെമസ്റ്റർ മേഴ്സി ചാൻസ് പരീക്ഷ മാറ്റിവെച്ചു. മാർച്ച് 5 മുതൽ നടത്താനിരുന്ന 3ാം സെമസ്റ്റർ BARC പരീക്ഷ മാർച്ച് 21-ന് ആരംഭിക്കും. ഹാർഡ്വെയർ എഞ്ചിനീയർ കരാർ നിയമനം ഓൺലൈൻ MCOM-ന് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. 6ാം സെമസ്റ്റർ പ്രൈവറ്റിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ 6ാം സെമസ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കലോത്സവം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ ടൈം ടേബിൾ ജനുവരിയിൽ നടത്തിയ 1-2 സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് BCA വിദൂര വിദ്യാഭ്യാസം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ പരീക്ഷയുടെയാണ്. പ്രാക്ടിക്കൽ 6ാം സെമസ്റ്റർ BTech പരീക്ഷാ ഫീസ് 1ാം സെമസ്റ്റർ MCA ഓപ്പൺ ബുക്ക് പരീക്ഷ അടുത്ത വർഷം മുതൽ 4 വർഷ ബിരുദത്തിൽ ഉൾപ്പെടുത്തുന്നു. പ്രാക്ടിക്കൽ 2ാം സെമസ്റ്റർ MSc ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സ്പേസ് ഫിസിക്സ് MSc ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ നാനോ സയൻസ് പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി 28-ന് ആരംഭിച്ചു. 2ാം സെമസ്റ്റർ BVOC പരീക്ഷയുടെ പ്രാക്ടിക്കൽ മാർച്ച് 6-7 തീയതികളിൽ. 1ാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ മാർച്ച് 14 തൊട്ട് 19 വരെ. പരീക്ഷാ ഫീസ് 7ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. 2ാം സെമസ്റ്റർ BA BSc BCom ന്യൂ ജെൻ ഡബിൾ മെയിൻ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പരീക്ഷാ വിജ്ഞാപനം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവം മാർച്ച് 7 മുതൽ 11 വരെ. ഇന്തിഫാദ് എന്നാണ് അതിൻ്റെ പേര്. 2nd സെമസ്റ്റർ റിസൾട്ടുകൾ ഓരോ സബ്ജക്റ്റിൻ്റെ വന്നു. സീറ്റ് ഒഴിവ്. ടൈം ടേബിൾ 7ാം സെമസ്റ്റർ BTechൻ്റെ ടൈം ടേബിൾ. 3ാം സെമസ്റ്റർ BA ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. പരീക്ഷാ ഫീസ് മാർച്ച് 20-ന് ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈനിങ്. മാർച്ച് 27-ന് ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈനിങ്. ഏപ്രിൽ 5-ന് ആരംഭിക്കുന്ന 3ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 2ാം സെമസ്റ്റർ റിസൾട്ടുകൾ വന്നത് ഉണ്ട്. 3ാം സെമസ്റ്റർ BTech റിസൾട്ട് വന്നു. സ്റ്റഡി മെറ്റീരിയൽസ് PG MTech പ്രവേശനം. പരീക്ഷാഫലം 2nd സെമസ്റ്റർ ഡിഗ്രിയുടെയാണ്. പ്രാക്ടിക്കൽ 2ാം സെമസ്റ്റർ സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോസ്റ്റാറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി മാർച്ച് 1-ന് ആരംഭിക്കും. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 6ാം സെമസ്റ്റർ ഇൻഫർമേഷൻ സയൻസ് ബ്രാഞ്ചിൻ്റെ പ്രാക്ടിക്കൽ മാർച്ച് 4-ന് ആരംഭിക്കുന്നു. ടൈം ടേബിൾ 5ാം സെമസ്റ്റർ BCom അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റാ സയൻസ് ന്യൂ ജെൻ ഡബിൾ മെയിൻ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ 1ാം സെമസ്റ്റർ പരീക്ഷയുടെ ടൈം ടേബിൾ. അവസാന വർഷ BBA ആനുവൽ സ്കീം സൂക്ഷ്മ പരിശോധന 4ാം സെമസ്റ്റർ BComൻ്റെ പരീക്ഷാ ഫീസ് വിദൂര വിദ്യാഭ്യാസത്തിന് 1-2-3 വർഷ MBAയുടെ സ്ക്രൂട്ടണി നമ്മൾ കണ്ടു. പരീക്ഷാഫലം 2ാം സെമസ്റ്ററിൻ്റെ. അതേപോലെ തന്നെ 6ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് റെഗുലർ സപ്ലിമെൻ്ററി ഹിയറിംഗ് ഇംപാർട്സിൻ്റെ 2ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ്
സൂക്ഷ്മ പരിശോധന 4ാം സെമസ്റ്റർ BBA BCA BA BSc BCom തുടങ്ങിയവയുടെ എല്ലാം സൂക്ഷ്മ പരിശോധന ഡേറ്റുകൾ വന്നു. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. പരീക്ഷാ വിജ്ഞാപനം ഏപ്രിൽ 4 മുതൽ നടത്താൻ നിശ്ചയിച്ച BA BCom BSc കമ്പ്യൂട്ടർ സയൻസ് BSc മാത്തമാറ്റിക്സ് BBA പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വിദൂര വിദ്യാഭ്യാസത്തിൻ്റെയാണ് പരീക്ഷാഫലം. 6ാം സെമസ്റ്റർ BCom ഹിയറിംഗ് ഇമ്പാർട്സ് റെഗുലറിൻ്റെ, അതേപോലെ 2ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റ് ടൈം ടേബിൾ. 3ാം സെമസ്റ്റർ PG ന്യൂജൻ കോഴ്സിൻ്റെ മാർച്ച് 13 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ B.Edൻ്റെ. 5ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സയൻസ്. 2ാം സെമസ്റ്റർ M.Edൻ്റെ. പരീക്ഷാ ഫീസ്. 1ാം വർഷ ഇൻ്റഗ്രേറ്റഡ് BFAയുടെ സൂക്ഷ്മ പരിശോധന. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.